നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 227 227. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം തൃതീയ സ്കന്ധം അധ്യായം 8 24 ശ്ലോകമാണെന്ന് പറയേണ്ടത്. പ്രേക്ഷാം ക്ഷിബന്ധം ഹരിതോപലാദ്രേ സന്ധ്യാഭ്രനീവേരുരു രുക്മമൂർധ്ന രത്നോദധാരൗഷധി സൗമനസ്യാം വനസ്രജോ വേണുഭുജാംഗ്രിവാംഗ്രേ. ഇതാണ് ശ്ലോകം. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ മുളകളാകുന്ന കൈകളോടും വൃക്ഷങ്ങളാകുന്ന കാലുകളോട് കൂടിയതും, ശ്രദ്ധിക്കുക, രത്നങ്ങൾ, ജലധാരകൾ, സൗരഭ്യമുള്ള കാട്ടുപൂക്കൾ എന്നിവയോട് കൂടിയതും, മഹത്തായ സ്വർണം ശിഖരത്തിലുള്ളതും, സന്ധ്യാകാലമേഘമാകുന്ന വസ്ത്രത്തോടു കൂടിയതുമായ മരതക പർവ്വതത്തിൻ്റെ ശോഭയെ തിരസ്കരിക്കുന്നവനെ കണ്ടു എന്ന് പറഞ്ഞാൽ, മരതക പർവ്വതത്തിൻ്റെ ശോഭയേക്കാൾ ജാസ്തി ഭഗവാന്റെ ശരീരത്തിന് ശോഭയുണ്ടെന്നാണ് അർത്ഥം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. ആദിശേഷനിൽ ശയിക്കുന്ന ആ ഏകപുരുഷൻ മരതക പർവ്വതത്തിൻ്റെ ഭംഗിയെ സ്വഭംഗിയാൽ തിരസ്കരിക്കുന്നതായിട്ട് ബ്രഹ്മാവിന് തോന്നി. ഏതേതു ഭാഗത്തിൽ പർവ്വതത്തിൻ്റെ ഏതേത് അംശത്തെ ജയിച്ചുവെന്ന് കാണിക്കുന്നു. സന്ധ്യാകാലത്തിലുള്ള മേഘമാകുന്ന വസ്ത്രം പർവ്വതത്തിനുണ്ട്. ആദിപുരുഷൻ ധരിച്ചിരിക്കുന്ന പീതാംബരത്താൽ ഈ മേഘകാന്തിയെ നിസ്സാരമാക്കി തീർത്തു. കിരീടത്തിനുള്ള സ്വർണകാന്തി പർവ്വതശിഖരത്തിനുള്ള സ്വർണത്തെയും ഭഗവാന്റെ വക്ഷസ്ഥലത്തിലുള്ള കൗസ്തുഭമെന്ന രത്നം പർവ്വതത്തിലുള്ള രത്നത്തെയും ഭഗവാന്റെ മുത്തുമാല പർവ്വതത്തിൽ നിന്നൊഴുകുന്ന ജലധാരയെയും ഭഗവാന്റെ തുളസിമാല പർവ്വതത്തിലെ സൗരഭ്യമുള്ള പുഷ്പങ്ങളെയും ഭഗവാന്റെ ബാഹുക്കൾ മുളകളാകുന്ന പർവ്വത ബാഹുക്കളെയും ഭഗവാന്റെ പാദങ്ങൾ പാദങ്ങളെന്ന പോലെ ശോഭിക്കുന്ന വൃക്ഷങ്ങളെയും നിസ്സാരമാക്കി തീർത്തു. ഇപ്രകാരം മരതക പർവ്വതത്തെ തിരസ്കരിക്കുന്ന മഹാപുരുഷനെ ബ്രഹ്മാവ് കണ്ടു. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇതൊക്കെ ഒന്നിങ്ങനെ ഒരു 10 പ്രാവശ്യം വായിച്ച് കണ്ണടച്ചിട്ട് ഒന്ന് ധ്യാനിച്ചു നോക്കൂ. അതിൻ്റെ ഒരു ഗരിമ. 25-ാമത്തെ ശ്ലോകം. ആയാമതോ വിസ്തരത സ്വമാനദേഹേന ലോകത്രയ സംഗ്രഹേണ വിചിത്രദിവ്യാഭരണാം ശ്വകാനാം കൃതശ്രിയാപാശ്രിതവേഷദേഹം. നീളം കൊണ്ടും വീതി കൊണ്ടും ലോകത്രയ 3 ലോകത്തെ സംഗ്രഹിക്കുന്നതിന് മതിയായിരിക്കുന്നതും വിചിത്രങ്ങളും ദിവ്യങ്ങളുമായിരിക്കുന്ന ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ശോഭയോടുകൂടിയതുമായിരിക്കുന്ന അനുരൂപമായ ദേഹത്താൽ ആ പർവ്വതത്തിൻ്റെ ശോഭയെ തിരസ്കരിക്കുന്നവനും സങ്കൽപ്പിക്കുന്ന വേഷത്തെ ദാനം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ എന്ത് സങ്കല്പിച്ചു ആ ദേഹമായിട്ട് മാറും. അങ്ങനെയാണ് ആമയായിട്ടും എന്താ പറയുക, മത്സ്യമായിട്ടും വാമനനായിട്ടും നരസിംഹമായിട്ടും
അല്ലേ? അപ്പോൾ ഈ വേഷത്തെ ദാനം ചെയ്യുന്ന ഇച്ഛയോടുകൂടിയവനുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമുണ്ട്. 3 ലോകവും പ്രയാസം കൂടാതെ തങ്കൽ അടങ്ങിയിരിക്കുവാൻ മതിയായ ദൈർഘ്യവും വിസ്താരവുമുള്ളതും നാനാവിധങ്ങളും ദിവ്യങ്ങളുമായിരിക്കുന്ന വസ്ത്രാഭരണങ്ങളുടെ ശോഭയാൽ മരതക പർവ്വത ശോഭയെ ധിക്കരിക്കുന്നതും കൊച്ചാക്കുക അതിനു മതിയായിരിക്കുന്ന എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിരിക്കുന്നതുമായ ശരീരത്തോടു കൂടിയ പുരുഷനെ കണ്ടു. ഏതുമാതിരി ശരീരമുണ്ടാകണമെന്ന് സങ്കല്പിക്കുന്നുവോ തൽക്ഷണം ആ മാതിരി ദേഹം സിദ്ധിക്കാൻ തക്കതായ ഇച്ഛാശക്തിയോടുകൂടിയിരിക്കുന്ന പുരുഷോത്തമനായിരിക്കുന്നതിനാൽ ഈ മാതിരി ദേഹധാരണം പ്രയാസപ്പെട്ടു ചെയ്തതല്ല, സങ്കല്പമാത്രത്താൽ സിദ്ധിച്ചതായിരുന്നുവെന്ന് സാരം. ദി മൊമെൻറ്റ് യു തിങ്ക് അബൌട്ട് ഇറ്റ് ദാറ്റ് ആ രൂപങ്ങൾ വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ വാട്ട് യു വാണ്ട് ദാറ്റ് യു വിൽ ഗെറ്റ് വിത്തിൻ നോ ടൈം. അടുത്ത ശ്ലോകം 26. പുംസാം സ്വകാമായ വിവിക്തമാർഗേ അഭ്യർച്ചതാം കാമദുഃഖാംഗ്രിപത്മം പ്രദർശയന്തം കൃപയാ നഗേന്ദു മയൂഖഭിന്നാങ്കുലിചാരുപത്രം. പരിശുദ്ധ മാർഗത്തെ ആശ്രയിച്ചിട്ട് തങ്ങളുടെ അഭീഷ്ടപ്രാപ്തിക്ക് വേണ്ടി എന്താണ് ആഗ്രഹിക്കുന്നത് അതായി തീരാൻ വേണ്ടി ആദരത്തോടെ പൂജിക്കുന്ന പുമാന്മാർക്കും നഖമാകുന്ന ചന്ദ്രൻ്റെ രശ്മികളാൽ വികസിതങ്ങളായിരിക്കുന്ന മനോഹര ദളങ്ങളോടുകൂടിയ അഭീഷ്ടദാനം ചെയ്യുന്ന ചരണമാകുന്ന പത്മത്തെ, ഭഗവാന്റെ തിരുപാദ പത്മങ്ങളാകുന്ന പത്മത്തെ കരുണയോടെ പ്രകർഷേണ കാട്ടിക്കൊടുക്കുന്നവനുമായിരുന്നു. അതായത് ബ്രഹ്മാവിൻ്റെ എല്ലാ ക്ഷീണങ്ങളും മാറി ഊർജ്ജസ്വലനാവാൻ ആ തിരുപാദ പത്മങ്ങളെ ഒന്ന് നോക്കിയാൽ മതി. നമുക്കും അതിനെ മടിക്കണോ അവരൊക്കെ കറങ്ങി കണ്ടിരിക്കും ഈയാമ്പാറ്റകളെ പോലെ. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ഹിംസാദി ദോഷങ്ങളുടെ സമ്പർക്കം. ഹിംസാദി കാര്യകാരണങ്ങളില്ലാതെ കണ്ട് ഹിംസിക്കുക, അല്ലെങ്കിൽ സ്വർഗം കിട്ടാൻ വേണ്ടി അശ്വമേധം ചെയ്യുക. അപ്പോൾ ഹിംസാദി ദോഷങ്ങളുടെ സമ്പർക്കം പോലും ഇല്ലാതിരിക്കുന്ന പരിശുദ്ധമായ ഭക്തിമാർഗത്തെ അവലംബിച്ചിട്ട് ഒരാൾക്ക് ഒരു ഉപദ്രവമില്ലാത്തതാണ് ഭക്തിമാർഗം. ഭഗവാനോടുള്ള ഐക്യമാകുന്ന പരമപുരുഷാർത്ഥത്തെ, അതായത് മോക്ഷം പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് പൂജിക്കുന്ന പുരുഷന്മാരുടെ അഭീഷ്ടത്തെ നൽകുന്നതും, അതായത് ആർക്കും ഉപദ്രവമില്ലാണ്ട് പ്രീതിജനകമായിട്ട് ഇരുന്നാൽ കിട്ടുന്നൊരു സൗഖ്യമുണ്ടല്ലോ, ആനന്ദം, അത് പരമാനന്ദമാണ്. നഖമാകുന്ന ചന്ദ്രനിൽ നിന്നുണ്ടാകുന്ന കിരണങ്ങളുടെ സ്പർശം നിമിത്തം വിടർന്നിരിക്കുന്ന വിരലുകളാകുന്ന ദളങ്ങളോടുകൂടിയിരിക്കുന്നതുമായ സർവാഭീഷ്ടപ്രധാന സമർത്ഥമായിരിക്കുന്ന സ്വപാദപത്മത്തെ, സ്വന്തം പാദപത്മത്തെ കരുണ നിമിത്തം പ്രത്യക്ഷമായി കാട്ടിക്കൊടുക്കുന്ന പുരുഷോത്തമനെ കണ്ടു. അപ്പോൾ ഭഗവാന്റെ തിരുവാദ പത്മങ്ങൾ മനസ്സിൽ ഉറയ്ക്കണമെങ്കിൽ ഭഗവാന്റെ കരുണ വേണം, ഇല്ലാണ്ട് മനസ്സിൽ ഉറക്കില്ല. എന്തിനും ഏതിനും ഭഗവാന്റെ കരുണ വേണം. ഇനി ഈ 8ാമത്തെ അധ്യായത്തിൽ എത്ര ശ്ലോകം ഉണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. 33 ഉള്ളൂ. അപ്പോൾ 27, 28, 29, 30, 31, 32, 33 7 ശ്ലോകമേ ഉള്ളൂ. പറ്റിച്ചാൽ ഇന്ന് കഴിക്കാം. 27ാമത്തെ ശ്ലോകം. മുഖേന ലോകാർത്തിഹരസ്മിതേന പരിസ്ഫുരൽ കുണ്ഡലമണ്ഡിതേന ശോണായിതേന അധരബിംബഭാസ പ്രത്യർഹയന്തം സുനസേന ശുഭ്രാ. ശോഭനനാസികയോടും സുശോഭനമായ മൂക്കോടുകൂടിയും ശോഭന പുരികങ്ങളും ശോഭന പുരികങ്ങളോട് കൂടിയതും
തൊണ്ടിപ്പഴത്തിന് തുല്യമായിരിക്കുന്ന അധരത്തിൻ്റെ പ്രഭയാൽ രക്തമെന്ന പോലെ അരുണമായിരിക്കുന്നതും ഏറ്റവും ശോഭിക്കുന്ന കർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ലോകദുഃഖങ്ങളെ തീർക്കുന്ന മന്ദഹാസത്തോടു കൂടിയതുമായ മുഖം കൊണ്ട് പ്രതിപൂജിക്കുന്നവനുമായിരിക്കുന്നു. പ്രതിപൂജിക്കുക, ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഭംഗിയുള്ള നാസികയും പുരികങ്ങളുമുള്ളതും അതിപ്രഭയുള്ള കർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും തൊണ്ടിപ്പഴം പോലെ അരുണമായിരിക്കുന്ന അധരശോഭ നിമിത്തം രക്തമെന്ന പോലെ ആയിരിക്കുന്നതും ലോകങ്ങൾക്കുള്ള 3 വിധ താപങ്ങളും നിശേഷം സംഹരിക്കുന്നതിനു മതിയായിരിക്കുന്ന മന്ദഹാസത്തോടു കൂടിയതുമായ മുഖത്താൽ സ്വഭക്തന്മാരെ ആദരിച്ച് ആനന്ദിപ്പിക്കുന്ന ഭഗവാനെ കണ്ടു. സ്വഭക്തന്മാരെ അഡ്രസ്സ് വേണം. ഹു ആർ യു? ശ്രീഹരിയുടെ ഭക്തനാണ്. അതിനെക്കാളും ഗരിമ എൻ്റെ ഗുരുനാഥൻ തന്നതിനാ. ഭാഗവത ഭക്തദാസൻ. ആരാ? ഭാഗവത ഭക്തദാസൻ. എന്താ അതിൻ്റെ ഒരു ഗരിമശുണ്ടോ? അടുത്ത ശ്ലോകം നോക്കുക, 28. കദംബകിഞ്ചൽ കപിശങ്കവാസസാം സ്വലംകൃതം മേഖലയാ നിതംബേ ഹാരേണ ച അനന്തധനേന വത്സ ശ്രീവത്സവക്ഷസ്ഥലവല്ലഭേന. ഹേ ബാലക. ഭഗവാൻ ബ്രഹ്മാവിനെ എന്താ വിളിച്ചത്? ഹേ ബാലക. കദംബ പുഷ്പങ്ങളുടെ കേസരങ്ങൾ പോലെ മഞ്ഞ നിറത്തിലിരിക്കുന്ന വസ്ത്രം കൊണ്ടും മേഖലയാ അരഞ്ഞാൾ കൊണ്ടും, അല്ലെങ്കിൽ ഈ കഥ ഇപ്പോൾ ആരോടാ പറഞ്ഞു കൊടുക്കണത്? അവരോട് കേട്ടോ. അപ്പോൾ അരഞ്ഞാൻ കൊണ്ടും കേസരങ്ങൾ പോലെ മഞ്ഞ നിറത്തിലിരിക്കുന്ന വസ്ത്രം കൊണ്ടും അരഞ്ഞാൻ കൊണ്ടും നിതംബത്തിൽ അലങ്കരിക്കപ്പെട്ടും വിലമതിപ്പാൻ കഴിയാത്തതും ശ്രീവത്സമുള്ള മാറിടത്തിനിഷ്ടമായിരിക്കുന്ന മുത്തുമാലയാൽ നന്നായി അലങ്കരിക്കപ്പെട്ടുമിരിക്കുന്നു. കദംബ പുഷ്പങ്ങളുടെ കേസരങ്ങൾ പോലെ മഞ്ഞ നിറമുള്ള പട്ടുകൾ കൊണ്ടും, ഭാവാർത്ഥം, സ്വർണത്തിൽ വിലയേറിയ രത്നങ്ങൾ പതിച്ചിരിക്കുന്ന അമൂല്യമായ അരഞ്ഞാൻ കൊണ്ടും അരക്കെട്ടിൽ അലങ്കരിച്ചും, അലങ്കരിച്ചും മറുവുള്ള മാറിടത്തിന് ഉചിതമായിരിക്കുന്നതും മാർത്ത് വിലമതിപ്പാൻ കഴിയാത്തതുമായ മുത്തുമാലയോടുകൂടിയും ഇരിക്കുന്ന പുരുഷനെ കണ്ടു. ഭഗവാനെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിക്കുക. 29. പരാർധ്യകേയൂരമണി പ്രവേഗപര്യസ്തദോർദണ്ഡസഹസ്രശാഖം അവ്യക്തമൂലം ഭുവനാംഗ്രിപേന്ദ്രമഹേന്ദ്രഭോഗൈരതിവീതവത്സം. അപ്പോൾ പറയണു, അതിൻ്റെ വാക്കാർത്ഥം പറയാം. വിലമതിപ്പാൻ കഴിയാത്ത അംഗതങ്ങളിൽ, തോൾവളകളിൽ ഉള്ള ഉത്തമരത്നങ്ങളാൽ വ്യാപിച്ചിരിക്കുന്ന കൈകളാകുന്ന അനേകം ശാഖകളോടുകൂടിയും വ്യക്തമല്ലാതിരിക്കുന്ന മൂലത്തോടുകൂടിയും സർപ്പശ്രേഷ്ഠൻ്റെ അവയവങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്കന്ധങ്ങളോടുകൂടിയും ഇരിക്കുന്ന ലോകരൂപമായ ശ്രേഷ്ഠവൃക്ഷത്തെ കണ്ടു. ശ്രേഷ്ഠവൃക്ഷം, അതിൻ്റെ ഭാവാർത്ഥം ഭഗവാനെ ചന്ദനവൃക്ഷമായിട്ട് വർണ്ണിക്കണം. ഉത്കൃഷ്ടശോഭയുള്ള രത്നങ്ങൾ പതിച്ചിരിക്കുന്ന തോൾവളകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന കൈകളാകുന്ന അനേകം കൊമ്പുകളും സ്പഷ്ടമായി കാണപ്പെടാതിരിക്കുന്ന ബ്രഹ്മമാകുന്ന മൂലത്തോടും 3 ലോകത്തെയും വ്യാപിപ്പിക്കുവാൻ തക്ക വിധം വലിപ്പത്തോടുകൂടിയും ആദിശേഷനാകുന്ന സർപ്പത്തിൻ്റെ അവയവങ്ങളാൽ
ചുറ്റപ്പെട്ടുമിരിക്കുന്ന ഭഗവാനാകുന്ന ചന്ദനവൃക്ഷത്തെ ബ്രഹ്മദേവൻ കണ്ടു എന്നായി. 30 ചരാചരൗകോ ഭഗവൻ ഭഗവൻ മഹീന്ദ്രം അഹീന്ദ്രബന്ധും സലിലോപഗൂഢം കിരീടസാഹസ്രഹിരണ്യശൃംഗം ആവിർഭവൽ കൗസ്തുഭരത്നഗർഭം. ജലത്താൽ സ്പർശിക്കപ്പെട്ടതും കിരീടങ്ങളാകുന്ന പൊൻകൊടി മുടികളുള്ളതും സർപ്പബന്ധുവും അന്തർഭാഗത്തിൽ പ്രകാശിക്കുന്ന കൗസ്തുഭരത്നത്തോടു കൂടിയിരിക്കുന്നതുമായ ചരാചരങ്ങളുടെ വാസസ്ഥാനമാകുന്ന ഭഗവാനാകുന്ന പർവ്വതത്തെ കണ്ടു. ഇവിടെ 2 കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭൂതങ്ങളാണ്. നമ്മളൊക്കെ എവിടെ ഇരിക്കുന്നത്? ഭഗവാനിലിരിക്കുന്നു. ഭഗവാനോ നമ്മളിലിരിക്കുന്നു. എന്താ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. ചരാചരങ്ങളുടെ വാസസ്ഥാനമാകുന്ന മോക്ഷപ്രാപ്തി കിട്ടിയവരൊക്കെ എവിടെയാണ്? വൈകുണ്ഠത്തിലാണ്. അതന്നെയാണ് പറഞ്ഞത്. ഭഗവാനാകുന്ന പർവ്വതത്തെ കണ്ടു. ഇനി എൻ്റെ ഭാവാർത്ഥം. മുമ്പൊരു പദ്യത്തിൽ ഭഗവാനെ പർവ്വതരൂപേണ വർണ്ണിച്ചു. ഈ പദ്യത്തിലും പ്രകാരാന്തരേണ ആ പ്രയോഗം പർവ്വതമായിട്ട് തന്നെ വർണ്ണിക്കുന്നു. ഭഗവാനാകുന്ന മഹത്തായ പർവ്വതത്തെ ബ്രഹ്മദേവൻ കണ്ടു. 2 പേർക്കും സാദൃശ്യം കാണിക്കുന്ന വിശേഷണങ്ങൾ എന്താ? ചരാചരാത്മകമായിരിക്കുന്ന ലോകം ഇപ്പോൾ ഭഗവാനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പർവ്വതത്തിലും പക്ഷിമൃഗാദികളാകുന്ന ചരങ്ങളും വൃക്ഷലതാദികളുമാകുന്ന അചരങ്ങളും വസിക്കുന്നുണ്ട് അല്ലേ? പർവ്വതത്തിൽ സർപ്പങ്ങൾ വസിക്കുന്നതാൽ പർവ്വതം സർപ്പബന്ധുവാകുന്നു. ഭഗവാൻ ആദിശേഷനാകുന്ന സർപ്പത്തിൽ വസിക്കുന്നത് കൊണ്ട് ആദിശേഷ ബന്ധുവാകുന്നു. ആരെ? ഭഗവാൻ. മന്ദാരാദി പർവ്വതങ്ങളിൽ ജലത്താൽ സ്പർശിക്കപ്പെട്ടിരിക്കും. ഭഗവാനും പ്രളയജലത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അനേകം കിരീടങ്ങൾ ഭഗവാന്റെ ശിരസിൽ ശോഭിക്കുന്നു. അതായത് അനന്തൻ്റെ 1000 ശിരസ്സുകളിൽ 1000 മകുടങ്ങളാണ്. മേർവാദി പർവ്വതങ്ങളും അനേകം സ്വർണശിഖരങ്ങളുണ്ട്. ഭഗവാന്റെ മധ്യപ്രദേശമായ മാറിടത്തിൽ കൗസ്തവം എന്ന രത്നമുണ്ട്. പർവ്വതങ്ങളുടെയും ഉള്ളിൽ രത്നങ്ങളുണ്ടായിരിക്കും. ഇപ്രകാരം എല്ലാ സംഗതികളും തുല്യമായിരിക്കുന്നത് കൊണ്ട് പർവ്വതം പോലെ പ്രകാശിക്കുന്ന ഭഗവാനെയാണ് ബ്രഹ്മാവ് കണ്ടത് എന്ന് പറയാം. 31 ശ്ലോകം. നിവീതമാംനായ മധുവ്രതശ്രിയാ സ്വകീർത്തിമയ്യാ വനമാലയാ ഹരിം സൂര്യേന്ദുവായു അഗ്നിഗമം ത്രിധാമഭി പരിക്രമൽ പ്രാധനികൈർദുരാസദം. വേദങ്ങളാകുന്ന വണ്ടുകളാൽ ഐശ്വര്യത്തോടുകൂടിയും സ്വകീർത്തിയെ അധികരിപ്പിക്കുന്നതുമായ വനമാലയാൽ വ്യാപിക്കപ്പെട്ടവനും സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി ഇവരാൽ പ്രാപിക്കപ്പെടുവാൻ കഴിയാത്തവനും. എന്നാൽ സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നികളെ പ്രവർത്തിപ്പിക്കുന്നവനാരാ? ഭഗവാൻ. എന്നാൽ ഇവരെ കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തവരാ. എന്താ ഗരിമ! 3 ലോകങ്ങളിലും തേജസ്സുള്ളവയായ 4 ഭാഗത്തും സഞ്ചരിക്കുന്ന ആയുധങ്ങളാൽ പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നു. അനി അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. വേദങ്ങളാകുന്ന വണ്ടുകൾ സ്വകീർത്തിയെക്കുറിച്ച് കീർത്തിക്കുന്നുവോ എന്ന് തോന്നുമാറ് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടുകളുടെ ശബ്ദത്തോടെ കൂടിയിരിക്കുന്ന വനമാല കണ്ഠം മുതൽ പാദം വരെ നീണ്ടു കിടക്കുന്നു. കണ്ഠം മുതൽ പാദം വരെ നീണ്ടു കിടക്കണം. സൂര്യൻ, ചന്ദ്രൻ, വായു, അഗ്നി എന്നിവരുടെ വ്യാപാരങ്ങൾ കൊണ്ട് വികാരത്തെ പ്രാപിക്കാതെ, അതാണ് വികാരത്തെ പ്രാപിക്കാതെ എപ്പോഴും ഏകരൂപനായിരിക്കുന്നു. 3 ലോകങ്ങളിലും പ്രാപിക്കുവാൻ തക്ക ശോഭയോടുകൂടിയ സുദർശനാദികളായ ആയുധങ്ങൾ സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് രക്ഷാർത്ഥം 4 ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ
മറ്റാർക്കും അടുത്ത് ചെല്ലുവാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ അടുത്തെത്തില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവ്യ പുരുഷ രൂപമായിട്ട് ശ്രീഹരിയെ കണ്ടു. ദിവ്യ പുരുഷനാണ്, സാധാരണ പുരുഷനല്ല. അപ്പോൾ നമ്മൾ ഈ ബാലയമാതിരി ഉള്ളതൊന്നും ഇനാക്ട് ചെയ്യരുത് സപ്താഹത്തിൽ. അതൊക്കെ ഭഗവാന്റെ മഹിമയെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിത്തീരും. അങ്ങനെ പാടില്ല. 32 തർഹേവ തന്നാഭിസരസരോജ സരോജം ആത്മാനമംബസ്വസനം വിയശ്ച ദദർശദേവോ ജഗതോ വിധാത ന അതപരം ലോകവിസർഗദൃഷ്ടി. ഇതാണ് ശ്ലോകം. അപ്പോൾ തന്നെ അവൻ്റെ നാഭിയാകുന്ന തടാകത്തിലെ താമരയെയും തന്നെയും ജലത്തെയും വായുവിനെയും ആകാശത്തെയും കണ്ടു. ആരെ? ബ്രഹ്മാവ്. ലോകത്തിൻ്റെ വിസർഗത്തിൽ സങ്കല്പത്തോടു കൂടിയ ലോകത്തിൻ്റെ നിർമ്മാതാവായ ദേവൻ അതിന്മീതെ ഒന്നും കണ്ടില്ല. എക്സെപ്റ്റ് ദാറ്റ് ഒന്നും കണ്ടില്ല എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. പരമപുരുഷനെ എപ്പോൾ കണ്ടുവോ അപ്പോൾ തന്നെ ആ പുരുഷോത്തമൻ്റെ നാഭിയാകുന്ന തടാകത്തിൽ ഒരു താമരപ്പൂവിനെയും അതിലിരിക്കുന്ന തന്നെയും ബ്രഹ്മാവിനെയും പ്രളയജലം വായു ആകാശം എന്നിവയെയും കണ്ടു. ലോകത്തെ പ്രകാശിപ്പിക്കണമെന്നുള്ള വാസനയോടുകൂടിയവനാകയാൽ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഇവയെ കൂടാതെ അന്യമായിട്ടൊന്നും കണ്ടില്ല. എല്ലാം തൻ്റെ സൃഷ്ടിക്ക് വേണ്ട പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ജീവിനെയും ഇനി സൃഷ്ടി പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അവസാനത്തെ ശ്ലോകം 33. സകർമ്മ ബീജം രജസോപരക്ത പ്രജാനിസൃക്ഷന്നിയദേവ ദൃഷ്ട്വാ അസ്തൗ വിസർഗാധിവിമുഖസ്തമീഢ്യം അവ്യക്തവർമ്മന്യഭിവേശിതാത്മാ. ഒരു ഡിസ്ക്രിപ്ഷനാണ് ഭഗവാനെ പറ്റിയിട്ട്. രജോ ഗുണത്താൽ വ്യാപ്തനും പ്രജകളെ സൃഷ്ടിപ്പാനിച്ചിരിക്കുന്നവനും വിസർഗത്തിൽ വയ്ക്കപ്പെട്ട സങ്കല്പത്തോടു കൂടിയവനും വ്യക്തമല്ലാത്ത മാർഗത്തോടു കൂടിയവനിൽ സ്ഥിരമാക്കപ്പെട്ട അന്ധക്കരണത്തോടു കൂടിയവനുമായിരിക്കുന്ന, അത് വലിയൊരു അർത്ഥമുള്ള വാക്കാണ്. എന്താണ്? സ്ഥിരമാക്കപ്പെട്ട അന്ധക്കരണത്തോടു കൂടിയവനുമായിരിക്കുന്ന ആ ബ്രഹ്മാവ് ഇത്രമാത്രം കണ്ടിട്ട് ജഗത്തിൻ്റെ കാരണഭൂതനും സ്തോത്രം ചെയ്യുവാൻ യോഗ്യനുമായ അവനെ സ്തുതിച്ചു. നമ്മൾക്ക് സ്തുതിക്കാൻ അറിയില്ല. കാരണം എന്താ? വാക്ചാതുര്യമില്ല. അത് വേണം ഇത് വേണം. കുട്ടികളെ പോലെ പൂരത്തിന് പോയാൽ അച്ഛനമ്മമ്മോട് പറയുന്ന കൂട്ടത്തിൽ ഭഗവാന്റെ അടുത്ത് പോയിട്ട് എനിക്ക് വീട് വേണം, ക്വാളിഫൈഡ് ലേഡി ആയിരിക്കണം, ഭാര്യ. എന്ത് ചെയ്യാൻ പറ്റും? മോക്ഷം വേണമെന്ന് ചോദിക്കല്ലേ വേണ്ടത്. അതെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അപ്പോൾ അതിൻ്റെ ഒരു ഭാവാർത്ഥം പറഞ്ഞാൽ ആ ഒരു അധ്യായം കഴിഞ്ഞു. ഏത്? 8ാമത്തെ അധ്യായം. പിന്നെ 9ാമത്തിലേക്ക് കടക്കാം നമുക്ക്. പ്രജകളെ ജനിപ്പിക്കുവാൻ മനസ്സിരുത്തേണ്ട പ്രജകൾ, ഈ ചിലവരുണ്ടല്ലോ പറ്റിപ്പോയി ഇവരുടെ അബോർഷൻ ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് പറ്റിപ്പോയി? ഈശ്വരൻ തന്നതിന് സ്വീകരിക്കാൻ പഠിക്കൂ. എന്താണെന്നാ പറയുക, സംഗതി വശാൽ ഉണ്ടായതിനെ വേണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഈ ഗർഭഛിദ്രമൊക്കെ നടത്തുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം. തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവുന്ന പ്രമാണം. സമ്പത്തൊക്കെ തന്നെ വന്നോളൂ. എന്തോട്ടെ. അപ്പോൾ പ്രജകളെ ജനിപ്പിക്കുവാൻ മനസ്സിരുത്തിയവനും രജോ ഗുണത്താൽ വ്യാപിക്കപ്പെട്ടവനും ആയ ബ്രഹ്മദേവൻ മേൽ പറഞ്ഞ വിധം ഭഗവാനെയും താമരപ്പൂവിനെയും പ്രളയജലത്തെയും വായുവിനെയും ആകാശത്തെയും കണ്ട ഉടനെ ലോകത്തിൻ്റെ കാരണമായിരിക്കുന്ന ഭഗവാൻ ഇദ്ദേഹം തന്നെ എന്ന് നിശ്ചയിച്ചു. ഇയാളാണ് കാരണമൂർത്തി. ആരാലും
അറിയപ്പെടുവാൻ കഴിയാത്ത മാർഗത്തോടു കൂടിയ ആ ഭഗവാനിൽ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിച്ചു. തൻ്റെ കാര്യം സാധിപ്പിക്കുവാൻ ശക്തനായ ദേവൻ ഇത് തന്നെ എന്ന് നിശ്ചയിച്ച് സ്തുത്യനായ ആ ഭഗവാനെക്കുറിച്ച് സ്തോത്രം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസൃഷ്ടി നിരൂപണ പ്രകരണേ ബ്രഹ്മണ ദൃഷ്ടഭഗവത്സ്വരൂപ നിരൂപണം നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് തീയതി മൺഡേ 27, 26 27 മൺഡേ. ഇനി ഓം നമോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം 9-ാം അധ്യായം. ബ്രഹ്മോവാച. 1-ാമത്തെ ശ്ലോകം. ജ്ഞാതോ അസിമേ അദ്യ സുചിരാൻ അനുമേ ദേഹഭാജാം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം ന അന്യത്വദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണം വ്യതികരാദ്യദുരുർവിഭാസി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ബഹുകാലം കൊണ്ട് എന്നാൽ ഇപ്പോൾ അറിയപ്പെട്ടവനായി ഭവിക്കുന്ന ഭഗവാന്റെ തത്വം അറിയപ്പെടുന്നില്ല എന്നത് ശരീരം എടുത്തവർക്ക് ദോഷം. ഹേ ഭഗവാനെ, അങ്ങയിൽ നിന്ന് അന്യമായിട്ട് ഇല്ല, എങ്കിലും ശുദ്ധമല്ല. മായാഗുണങ്ങളുടെ അന്യോന്യ സംബന്ധം നിമിത്തം അനേകമായിട്ട് അങ്ങ് ശോഭിക്കുന്നു എന്നത് യാതൊന്നോ. അവിടെ നിർത്തിയിട്ടില്ല. അതിങ്ങനെ ഈ ക്രിയാ വർബുകളൊക്കെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിർത്തിയെന്ന് മാത്രം. അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയുമ്പോൾ മനസ്സിലാവും. ബ്രഹ്മാവ് എന്താ പറയണത്? ഇത് മുതൽ 25 പദ്യം ബ്രഹ്മസ്തുതിയാകുന്നു. വളരെ ഈ 25 ശ്ലോകം, ഇത് മുതൽ 25 ശ്ലോകം നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ സ്തുതിയായി. ഇങ്ങനെ 4000 ചില്ലാൻ ശ്ലോകങ്ങൾ സ്തുതികളുണ്ട് ഭാഗവതത്തിൽ. നോക്കുക, ഇത് മുതൽ 25 പദ്യം ബ്രഹ്മസ്തുതിയാകുന്നു. ഭഗവാന്റെ ദർശനം നിമിത്തമുണ്ടായ സന്തോഷത്തെയും ഈ സന്തോഷം അനുഭവിക്കാത്തവരെ കുറിച്ചുള്ള സന്താപത്തെയും, അതാണ് ഈ സന്തോഷം അനുഭവിക്കാത്തവരെ കുറിച്ചുള്ള സന്താപത്തെയും ആദ്യം കാണിക്കുന്നു. ഹേ ഭഗവൻ, ബഹുകാലം ചെയ്ത തപസ്സിൻ്റെ ഫലമായിട്ടിപ്പോൾ നിന്തുരുവടിയെ അറിയുവാൻ എനിക്ക് സാധിച്ചു. ഈ ദർശനം സാധിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് ശരീരത്തെ ധരിച്ചവർക്കുള്ള മഹാദോഷം. ഭഗവാനെ സ്തുതിക്കാൻ അറിയില്ല അവർക്ക്. എന്നാൽ കാണപ്പെടുന്ന സകലവും നിന്തിരുവഴിയുടെ രൂപഭേദങ്ങൾ തന്നെ എങ്കിലും അവയൊന്നും പരിശുദ്ധമല്ല. അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമുക്ക് പറയാം. പരിശുദ്ധരായിട്ട് എത്ര ആൾക്കാരുണ്ട്? മായാഗുണങ്ങളുടെ അന്യോന്യ സംബന്ധം നിമിത്തം നിന്തിരുവടി ബഹുരൂപനായിട്ട് കാണപ്പെടുന്നതാകയാൽ നിർഗുണനും, ഭഗവാനാരാ? നിർഗുണനാണ്, നിരതിശയാനന്ദ സ്വരൂപനുമായിട്ട് കാണപ്പെടുന്നില്ല. ഇപ്പോൾ ലോകം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നാനാരൂപനായി വിളങ്ങുന്നു എന്ന് ബ്രഹ്മാവ് പറയുന്നു എന്ന് ശങ്കിക്കേണ്ട. ഭഗവാന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മാവിന് ത്രികാലജ്ഞാനം ഉള്ളിൽ വിളങ്ങി. അതുകൊണ്ട് ഈ വിധം സ്തുതിച്ചതാണ്. 2-ാമത്തെ ശ്ലോകം. രൂപം യദേതദ് അവബോധരസോദയേന ശശ്വന്നിവൃത്തതമസസ്സദനുഗ്രഹായ ആദോ ഗൃഹീതമവതാരശതൈകബീജം യന്നാഭിപത്മം ഭവനാദഹമാവിരാസം. വളരെ ഗൗരവമാണ്. ജ്ഞാനരസത്തിൽ പ്രത്യക്ഷത നിമിത്തം, ജ്ഞാനരസം, ജ്ഞാനമാകുന്ന വള്ളത്തിൽ നിന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. രസം, പ്രത്യക്ഷത നിമിത്തം എപ്പോഴും അവിദ്യാസംബന്ധമില്ലാതിരിക്കുന്ന
അവിദ്യാസംബന്ധം ഇരിക്കുന്നത് അജ്ഞാനം കൊണ്ടാണ്. വിദ്യയുടെ പിന്നെ അപജയമാണ് ഇത് അവിദ്യ. നിന്തിരുവടിയുടെ ഈ രൂപം സത്തുക്കളുടെ അനുഗ്രഹത്തിനായിക്കൊണ്ട്, സത്തുക്കളേനെ സാത്വിക ഗുണനിധികളേനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ആദിയിൽ സ്വീകരിക്കപ്പെട്ടതും അനേകാവതാരങ്ങളുടെ മൂലകാരണവുമാകുന്നു. യാതൊരുവൻ്റെ നാഭിയിലുണ്ടായ താമരയാകുന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ഉണ്ടായി എന്ന് ബ്രഹ്മാവ് പറയാണ്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ഭഗവാന്റെ സ്വരൂപം പ്രാകൃത രൂപമല്ല, സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് ആകുന്നുവെന്ന് ഉറപ്പിക്കുന്നു. അറിവാകുന്ന അമൃതത്തിൻ്റെ പ്രവാഹം നിമിത്തം എപ്പോഴും അവിദ്യാരൂപമായ അന്ധകാരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന നിന്തിരുവടിയുടെ ഈ സ്വരൂപം ഉപാസകന്മാരെ അനുഗ്രഹിപ്പാൻ വേണ്ടി അങ്ങയാൽ പ്രകാശിക്കപ്പെട്ടതും അനേക അവതാരങ്ങളുടെ ബീജവുമാകുന്നു. അതിന് ദൃഷ്ടാന്തം ഞാൻ തന്നെ. അങ്ങയുടെ നാഭിയിൽ നിന്നുണ്ടായിരിക്കുന്ന താമര രസമാകുന്ന സ്ഥാനത്തിൽ നിന്നാണല്ലോ ഞാൻ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ മൂന്നാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.